മാണ്ഡവി യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഒരു രാജകുമാരി, ഒരു രാജ്ഞി, അതോ ഒരു സന്യാസിനിയോ? പ്രഭു ശ്രീരാമന്റെ വനവാസകാലത്ത് അയോധ്യയെ താങ്ങി നിർത്തിയ ആ അദൃശ്യ ശക്തിയെക്കുറിച്ച് പലർക്കും അറിയില്ല. മാണ്ഡവിയുടെ ജീവിതത്തിലെ ആരും പറയാത്ത ആ അധ്യായം. ജനക മഹാരാജാവിന്റെ സഹോദരപുത്രിയായിരുന്നു മാണ്ഡവി. മാതാ സീതയുടെ സഹോദരിമാരിൽ ഒരാളായി വളർന്ന മാണ്ഡവി ചെറുപ്പം മുതലേ ശാന്ത സ്വഭാവിയും അറിവുള്ളവളുമായിരുന്നു. പ്രഭു ശ്രീരാമൻ മാതാ സീതയെ വിവാഹം ചെയ്ത അതേ വേദിയിൽ വെച്ച് തന്നെയാണ് ഭരതൻ മാണ്ഡവിയെ വിവാഹം കഴിക്കുന്നത്. അയോധ്യയിലെ കൊട്ടാരത്തിലേക്ക് ഒരു നവവധുവായി എത്തുമ്പോൾ മാണ്ഡവി വലിയ സ്വപ്നങ്ങളുമായാണ് വന്നത്. എന്നാൽ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊരു വഴിയായിരുന്നു. പ്രഭു ശ്രീരാമന്റെ വനവാസവും ദശരഥ മഹാരാജാവിന്റെ വേർപാടും അയോധ്യ രാജ്യത്തെ കണ്ണീരിൽ ആഴ്ത്തി. ഭരതൻ അയോധ്യയിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. മടങ്ങിയെത്തിയ ഭരതൻ തന്റെ മാതാവ് കാരണമാണ് പ്രഭു ശ്രീരാമൻ വനവാസത്തിന് പോയതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം തകർന്നുപോയി. സിംഹാസനം നിരസിച്ച ഭരതൻ പ്രഭു ശ്രീരാമന്റെ പാതുകകൾ വെച്ച് നന്ദി ഗ്രാമത്തിൽ ഒരു സന്യാസിയെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു. ഈ ഘട്ടത്തിലാണ് മാണ്ഡവിയുടെ മഹത്വം വെളിപ്പെടുന്നത്. ഭർത്താവ് നന്ദി ഗ്രാമത്തിലെ ഒരു കുടിലിൽ തറയിൽ ഉറങ്ങുമ്പോൾ തനിക്ക് മാത്രം കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ ഉറങ്ങാൻ കഴിയില്ലെന്ന് മാണ്ഡവി തീരുമാനിച്ചു. അവൾ ആഭരണങ്ങൾ അഴിച്ചുവെച്ചു, പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. ഭരതൻ നന്ദി ഗ്രാമത്തിൽ എന്ത് വ്രതമാണോ അനുഷ്ഠിച്ചിരുന്നത് അത് മാണ്ഡവി കൊട്ടാരത്തിനുള്ളിൽ അനുഷ്ഠിക്കുകയും ചെയ്തു. പ്രഭു ശ്രീരാമനും ലക്ഷ്മണനും വനവാസത്തിലാണ്. ഭരതനാകട്ടെ നന്ദി ഗ്രാമത്തിലും. ശത്രുഘ്നൻ ഭരണകാര്യങ്ങളിൽ മുഴുകി. ഈ സമയത്ത് അയോധ്യയിലെ അന്തപുരത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാണ്ഡവി ഏറ്റെടുത്തു. ദുഃഖിതരായ 3 മാതാക്കളെയും പരിചരിക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്തത് മാണ്ഡവിയായിരുന്നു. സ്വന്തം വേദന ഉള്ളിലൊതുക്കി അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. 14 വർഷം ഭർത്താവിൽ നിന്ന് ശാരീരികമായും മാനസികമായും അകന്നു ജീവിച്ചിട്ടും അവൾ ഒരിക്കൽ പോലും പരാതി പറഞ്ഞിരുന്നില്ല. ഭരതന്റെ ആദർശങ്ങളെ അവൾ ബഹുമാനിച്ചു. മാതാ സീത വനത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ലോകമറിഞ്ഞു. എന്നാൽ കൊട്ടാരത്തിനുള്ളിൽ മാണ്ഡവി അനുഭവിച്ച ഏകാന്തതയും ത്യാഗവും അധികമാരും ശ്രദ്ധിച്ചിരുന്നില്ല. എങ്കിലും മാണ്ഡവിക്ക് അതിൽ പരിഭവം ഉണ്ടായിരുന്നതുമില്ല. പ്രഭു ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഭരതൻ തന്റെ ധർമ്മം പാലിച്ചതിൽ മാണ്ഡവി അഭിമാനിച്ചു. വെറുമൊരു രാജകുമാരി എന്നതിലുപരി പ്രതിസന്ധികളിൽ തളരാതെ കുടുംബത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ച കരുത്തുറ്റ സ്ത്രീയായിരുന്നു മാണ്ഡവി. മാണ്ഡവിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.